ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. GTT കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വന്നിട്ടുള്ളതാണ്. അതായത് ഗുഡ് ടിൽ ട്രിഗർ എന്നാണ്. അതായത് നമുക്ക് ലോങ് ടൈമിലേക്ക് നമുക്കൊരു ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് GTT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മൾ ഒരിക്കൽ ഓർഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഒരു ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഓവർ ദ ഡേ ആണ് വാലിഡിറ്റി ഉള്ളൂ. മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ ആ ഓർഡറും ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും. പക്ഷേ GTT ഓർഡർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടൈമിലേക്ക് ഇത് അവൈലബിൾ ആണ്. കറൻ്റ് എനിക്ക് എക്സാക്റ്റ് അറിയത്തില്ല എത്ര നാളത്തേക്കാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 90 days ഇത് വാലിഡിറ്റി ഉണ്ട്. അവർ പറയുന്നത്, ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് 1 year എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ 90 days കൂടുതൽ നമുക്കൊരു GTT ഓർഡർ കീപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ട്രിഗർ. ഓക്കെ, ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയാം. ഓക്കെ, ആദ്യമേ പറയട്ടെ, നിങ്ങൾക്ക് ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് എടുക്കാം. പിന്നെ ICICI ഡയറക്റ്റോ അല്ലെങ്കിൽ അപ്സ്ട്രോക്കോ അല്ലെങ്കിൽ IIFL അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും അതിൻ്റെ കൂടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ടോപ്പിക്കിലേക്ക് വരാം. GTT ഓർഡർ നമ്മൾ സെറ്റ് എടുക്കുന്ന എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ മെനുവിലേക്ക് പോകണം. അതായത് 3 dot ഉള്ളിടത്തേക്ക് പോകണം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ട്രേഡിങ്ങിൻ്റെ അടിയിലാണ് GTT വരുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ സാധിക്കും GTT ഓർഡേഴ്സ് എന്നുള്ളത്. നമ്മൾ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആദ്യം ഒരു ബൈ ഓർഡർ എങ്ങനെയാണ് GTT സെറ്റ് ചെയ്യണമെന്ന് കാണിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പോർട്ട്ഫോളിയോ കിടക്കുന്ന സ്റ്റോക്കിന് ഞാനൊരു ലിമിറ്റ് പ്രൈസ് ആയിട്ട് ലോങ് ടൈമിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള സെൽ ഓർഡർ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ബൈ ആണ് ചെയ്യുന്നത്. ഈ ക്രിയേറ്റ് GTT എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ സാധാരണ പോലെ നമുക്ക് സ്റ്റോക്ക് സെർച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് SBI എന്നാണെങ്കിൽ SBI സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തു, നമുക്കത് വേണ്ടി സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തൊരു സ്റ്റോക്ക് കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കിറ്റസ് ചെയ്ത് കാണിച്ചു തരാം. കിറ്റസ് ഇപ്പോൾ ഭയങ്കര ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്റ്റോക്കാണ്. ഒരു സമയത്ത് ഹൈ ആയിട്ട് കൂടി പിന്നെ കുറഞ്ഞു, ഇപ്പം സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സ്റ്റോക്കാണ്. ഞാൻ ഇതിനൊരു ബൈ ഓർഡർ എടുക്കുന്നതായിരിക്കും കിറ്റസിൻ്റെ അത്. ഞാൻ അത് ക്ലിക്ക് ചെയ്തു. നമുക്കിവിടെ കാണാൻ സാധിക്കും NSEയിലെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് കാണാൻ സാധിക്കും. ക്വാണ്ടിറ്റി അടിക്കാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ട്രിഗർ പ്രൈസ് അടിക്കാനുള്ളൂ. പെർസെൻറ്റേജിൽ നമുക്ക് ട്രിഗർ പ്രൈസ് ഡയറക്റ്റ്ലി പ്രൈസും അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജിൽ അടിക്കാം. ഞാൻ ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കുന്നത് 10 ആണ്. ഓക്കെ, കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനേക്കാളും ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് 167 ആണ്. അപ്പോൾ ഞാൻ ഒരു 150. ഓക്കെ, 150. ഓക്കെ, നമുക്കിവിടെ പെർസെൻറ്റേജ് തന്നെ അടിക്കാം. ഞാൻ ഒരു 5% പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെർസെൻറ്റേജ് അടിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു 8% ആയിക്കോട്ടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രിഗർ പ്രൈസ് സെറ്റ് ചെയ്യണം. അതായത് -8% എന്ന് പറയുമ്പോൾ 153 ആണ് വരുന്നത്. നമുക്ക് റൗണ്ട് ഫിഗർ ആക്കി തന്നെ ഇടാം. 153.5. അതായത് 167 നിൽക്കുന്നത് 153.5ലേക്ക് വരുമ്പോൾ നമുക്കൊരു ബൈ ഓർഡർ 10 ക്വാണ്ടിറ്റിക്ക് ഓട്ടോമാറ്റിക്കാണ് സെറ്റ് ചെയ്യണം. നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല ആൾക്കാരും എന്നോട് ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, ട്രിഗർ പ്രൈസ് സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് ട്രിഗർ എക്സിക്യൂട്ട് ആയില്ല, ഓർഡർ എക്സിക്യൂട്ട് ആയില്ലെന്ന്. അവിടെ സംഭവിക്കുന്ന പ്രൈം പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഓർഡർ സെറ്റ് ചെയ്യുമ്പോൾ ബൈ ആണ് ചെയ്യുന്നതിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിന് മേടിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ല. ഇപ്പോൾ ആരാണെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമുള്ളൂ, മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിന് ബൈ ചെയ്യാന്നുള്ളത്. മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടിയ പ്രൈസിന് നമ്മൾ ബൈ പ്രൈസ് ഇടണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓർഡർ എക്സിക്യൂട്ട് ആവും. അതായത് ട്രിഗർ പ്രൈസ് ആണ് കറണ്ട് മാർക്കറ്റ് പ്രൈസായിട്ട് വരുന്നത്. കാരണം ആ മാർക്കറ്റ് പ്രൈസ് ട്രിഗർ പ്രൈസിന് മാച്ച് ആകുമ്പോഴാണ് ട്രിഗർ എനേബിൾ ആവുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ട പ്രൈസ് അതിനും കൂടുതലായിരിക്കണം. ഈ GTTയുടെ കാര്യത്തിൽ ഇവർ സ്ക്രിപ്റ്റ് തന്നെ ക്ലിയർ ആണ്. അതിന് കുറഞ്ഞ പ്രൈസിന് നമുക്ക് GTT സെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ട്രിഗർ പ്രൈസ് വെച്ചാൽ 153.5 ആണ്. ഞാനിപ്പോൾ ഇവിടെ ലിമിറ്റ് പ്രൈസ് വെക്കുന്നത് 153 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ടേംസ് ഒക്കെ എഗ്രി ചെയ്തു. ഇവിടെ ക്രിയേറ്റ് GTT എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സംഭവിക്കുന്നത്, ട്രിഗർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്. അതായത് ഈ ട്രിഗർ പ്രൈസ് ലിമിറ്റ് പ്രൈസിന് കുറഞ്ഞില്ല. അതായത് നമ്മൾ ലിമിറ്റ് പ്രൈസ് വെക്കുന്നത് ട്രിഗറിനേക്കാളും മുകളിലിരണം. അപ്പോൾ ഞാനിവിടെ ഒരു 150.6 വെച്ചു. അപ്പോൾ പറഞ്ഞ് ക്ലിയർ ആയി തരുന്നു, നമ്മൾ ബൈ ചെയ്യുവാണെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലായിരിക്കണം. നമ്മൾ ബൈ പ്രൈസിങ്ങിലാണ് ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. അതായത് നമ്മൾ ട്രിഗർ പ്രൈസ് വെക്കുന്നേക്കാളും കുറച്ച് കൂടുതൽ വയ്ക്കുക ബൈ ചെയ്യുമ്പോൾ. സെല്ല് ചെയ്യുമ്പോൾ അതിൻ്റെ റിവേഴ്സ്. ഞാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിവിടെ ക്രിയേറ്റ് GTT ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും GTT ക്രിയേറ്റഡ്. അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും എത്രയാണ് നമ്മുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നും ട്രിഗർ പ്രൈസ് എത്രയാണെന്നും ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് ഇത് ഡയറക്റ്റ്ലി നമുക്ക് എടുത്ത് നോക്കണം. നമ്മൾ ഒരിക്കൽ പ്ലേസ് ചെയ്ത
ഓർഡറിൻ്റെ GTT നമുക്ക് എടുത്ത് നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ 3 ഡോട്ടിൽ പോവുക, അതിൽ ക്ലിക്ക് ചെയ്യുക, ട്രേഡിൻ്റെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് GTT ഓർഡേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഒരിക്കൽ പ്ലേസ് ചെയ്ത ഓർഡർ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം. ഞാനത് ചെയ്ത് കാണിച്ചു തരാം. ഞാനത് തന്നെ ക്ലിക്ക് ചെയ്യുവാണ്. നമുക്കവിടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും, പ്രൈസ് എത്രയാണെന്നും ലിമിറ്റ് എത്രയാണെന്നും ഒക്കെ. നമുക്ക് ഇതിപ്പോൾ ഒരു മോഡിഫൈ ചെയ്യണമെന്ന് വിചാരിക്കുക, അതിനും ഓപ്ഷൻ ഉണ്ട്, മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 8% ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു എഡിറ്റ് ക്ലിക്ക് ചെയ്തു. ഒരു 10 മൈനസ് കറണ്ട് മാർക്കറ്റിനേക്കാളും 10% കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന് വയ്ക്കുകയാണ്. നമ്മുടെ ലിമിറ്റ് പ്രൈസ് ഞാൻ അന്നേരം ഒരു 151.6 ആക്കി. ഓക്കെ, എഗ്രി ചെയ്തു. നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ GTT അടിച്ച് മോഡിഫൈ ചെയ്യാം. നമുക്ക് ആ ഇപ്പോൾ പ്ലേസ് ചെയ്ത GTT ഓർഡറിനെ നമുക്ക് വേറെ പുതിയൊരു GTT നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ന്യൂ GTT എന്നുള്ളടത്ത് ചെയ്യാൻ പറ്റും. നമുക്കത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ്ലി ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ കാണിച്ചത് എങ്ങനെയാണ് ഒരു പുതിയതായിട്ടൊരു GTT ഓർഡർ ലോങ് ടൈമിലേക്ക് ഇടുക എന്നുള്ളത്. ഞാൻ ഇനി ഒരു പോർട്ട്ഫോളിയോ കിടക്കുന്ന സാധനത്തിന് നമുക്കൊരു സെൽ ഓർഡർ GTT എങ്ങനെ ഇടാൻ നോക്കാം. ഞാൻ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും. ഈ IOCL എന്നുള്ള സാധനം എൻ്റെ ടാർഗറ്റ് സാധനം ഞാൻ 10% ടാർഗറ്റിലാണ് വർക്ക് ചെയ്യാറ് എപ്പോഴും. ഇത് 10% മുകളിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് സെല് ചെയ്യാൻ പറ്റിയ സമയമാണ്. പക്ഷേ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്, ഒരു അടുത്തൊരു 2-3% മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് പോസിറ്റീവ് ഒക്കെ കാണാൻ സാധിക്കും. 12.9 about 13% ആണ് ഗെയിൻ നിൽക്കുന്നത്. ഞാൻ 15% അനദർ 2% സെറ്റ് ചെയ്യണം. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസായ 127 പകരം 131 എന്നുള്ളൊരു ഫിഗർ ഇടണം എനിക്ക്. അങ്ങനെ ഒരു ലോങ് ടൈമിലേക്ക് ഇട്ടേക്കുക. ചിലപ്പോൾ തിങ്കളാഴ്ച എത്തിയില്ല എന്നൊരു ചൊവ്വാഴ്ചയാവും, ബുധനാഴ്ചയാവും. അപ്പോൾ ഒരു ലോങ് ടൈമിലേക്ക് ഞാനൊരു സെൽ ഓർഡർ സെറ്റ് ചെയ്യാൻ പോവാണ്. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തു, GTT ഓർഡേഴ്സിൽ പോയി, ക്രിയേറ്റ് GTT പോയി, IOCL കിടക്കുന്നുണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്തു. ഞാൻ ഒരിക്കൽ ചെയ്തു നോക്കിയ കാരണം കിടക്കുന്നതാണ്. NSEയിലാണ് ഞാൻ സെല്ലാണ് ഉദ്ദേശിക്കുന്നത്. സെൽ ഓർഡറാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്വിച്ച് ചെയ്യണം, ബൈ എന്നുള്ളതായിട്ട് സെല്ലിലേക്ക് സ്വിച്ച് ചെയ്യണം. നമുക്കിവിടെ കളറും ചേഞ്ച് ചെയ്യാൻ കാണാൻ സാധിക്കും. ബൈ ആണെങ്കിൽ നീലയാണ്, സെല്ലാകുമ്പോൾ റെഡ് കളറിലേക്ക് വരും. എൻ്റെ കയ്യിലുള്ള ഹോൾഡിങ്സ് ക്വാണ്ടിറ്റി 60 ആണ്, അത് സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിൽക്കുന്ന കറണ്ട് മാർക്കറ്റ് പ്രൈസിന് 127 ആണ്. എനിക്കൊരു 3% കൂടെ ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് ഇതിനകത്ത്. അപ്പോൾ ഞാനൊരു 3% കൂടെ ഇട്ടു. അപ്പോൾ ടോട്ടൽ എനിക്കൊരു 1000 രൂപയോളം ഈ ഒരു ട്രേഡിനകത്ത്, അതായത് 7000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 8000 രൂപയോളം കിട്ടും. അപ്പോൾ 1000 രൂപയോളം ഗെയിൻ കിട്ടും ഈ കേസിൽ. 131.22. അപ്പോൾ ഞാൻ പറഞ്ഞാൽ സെല്ല് ചെയ്യുമ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിന് സെല്ല് ചെയ്താലാണ് ഓർഡർ പെട്ടെന്ന് എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 132 കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രിഗർ ചിലപ്പോൾ എനേബിൾ ആവും, പക്ഷേ ഓർഡർ എക്സിക്യൂട്ട് അല്ല. ഈ GTT കേസിലാകുമ്പോൾ സ്ക്രിപ്റ്റിംഗ് കറക്റ്റ് ആയതുകൊണ്ട് ആ ഓർഡർ GTT ഓർഡർ പോലും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. 131.1 കൊടുത്ത് ഞാൻ നമുക്ക് ഒരു നല്ല ഫിഗർ വയ്ക്കാം, 20 എന്നുള്ള കൊടുത്തു. ഓക്കെ, പിന്നെ ഞാൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്തു. നമുക്കതിന് എത്ര രൂപ ചാർജ് ആവും അല്ലെങ്കിൽ എക്സ്ട്രാ എത്ര രൂപ കോസ്റ്റ് വരുന്നുള്ള ഈ ആപ്ലിക്കബിൾ ചാർജ് എന്നുള്ള അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ബ്രോക്കറേജ് എത്ര വരുന്നു. ഇത് ഡെലിവറിയുള്ള ഓർഡർ ആയിട്ട് ബ്രോക്കറേജ് വരുന്നില്ല, ബാക്കി DP ചാർജ് വരുന്നുണ്ട്, സെബി ടാക്സ് എല്ലാം കൂടി ഒരു 31 രൂപയുടെ എക്സ്ട്രാ കോസ്റ്റ് വരും. അതായത് എനിക്ക് 1000 രൂപ ഗെയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ 1000 രൂപ മൈനസ് 31 രൂപയുടെയും ചെയ്താലാണ് എക്സാക്ട് ഗെയിൻ വരുള്ളൂ. ബാക്ക് ടു ഓർഡർ വന്നു. ഇതെടുത്തവിടെ മനസ്സിലായിരിക്കുന്നു. ഈ ആപ്ലിക്കബിൾ ചാർജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഞാനിവിടെ ക്രിയേറ്റ് GTT കൊടുക്കുവാണ്. ക്രിയേറ്റ് GTT എന്ന് കൊടുക്കുവാണ്. അപ്പോൾ ഈ കേസിൽ ഡയറക്റ്റ് സെല്ലേ നമ്മളിപ്പോൾ എൻ്റെ TPIN ഓൾറെഡി ഞാൻ അപ്ലൈ ചെയ്തിരുന്നു റീസെൻ്റ്ലി, അത് കാരണം TPIN ചോദിച്ചില്ല. അല്ലെങ്കിൽ നമ്മളോട് TPIN ചോദിക്കും, അതായത് CDSLയുടെ കൺഫർമേഷൻ. ഇപ്പോൾ നമ്മുടെ പിൻ നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് പിൻ ജനറേറ്റ് ഓപ്ഷൻ കിട്ടും. നമ്മുടെ DP നമ്പറും നമ്മുടെ പാൻ കാർഡ് നമ്പറും അടിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പാൻ കാർഡ് ID അടിച്ചിട്ടുണ്ടെങ്കിൽ OTP നമുക്ക് വരും. നമുക്ക് അന്നേരം ആ OTP നമ്മൾ എൻ്റർ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരു 3 മാസം ഒരിക്കലും ആയിട്ട് ട്രേഡൊന്നും എടുത്തിട്ടില്ലാത്തവർക്ക്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ സാധിക്കും. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 127 ആണ് നിൽക്കുന്നത്. എൻ്റെ ഓർഡർ സെല്ലാണ്, NSEയിലാണ് കിടക്കുന്നത്. 131.2 എന്നുള്ള ട്രിഗർ പ്രൈസ് വരുമ്പോൾ എൻ്റെ ഓർഡർ 131.1 എക്സിക്യൂട്ട് ആവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി ആയിരിക്കുന്നു. നിങ്ങൾക്കത് മോഡിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മോഡിഫൈ ചെയ്യാം, ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഓർഡർ ഇങ്ങനെ കിടക്കുന്നോട്ടെ എന്ന് വിചാരിക്കുകയാണ്. മൺഡേ, ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. മൺഡേ ആകുമ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് എനിക്ക് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ് താല്പര്യം. ഞാൻ ക്യാൻസൽ ചെയ്യുന്നില്ല. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമെന്നാണ്, കമൻറ്റ് ചെയ്യാമെന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് എടുത്ത് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് എടുക്കാൻ എനിക്കൊരു ചെറിയ കമ്മീഷൻ കിട്ടും. എല്ലാവരും സത്യമായിട്ട് പറഞ്ഞെന്നുള്ളൂ. വേറെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ഞാൻ ബ്ലോഗിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. ഓക്കെ ഫൈൻ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.